കല്യാണക്കാരിയൊക്കെ അറിഞ്ഞായിരുന്നോ? പെണ്ണിന്റെ ആങ്ങളമാർ രണ്ടുപേര് വരുന്നുണ്ട്. കടയാണെങ്കിൽ എന്റെയാന്നാ പറഞ്ഞേക്കുന്നത്. അടുത്ത് കുറച്ചു നേരത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് വേണേ എന്നാ കുറച്ചു നേരത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവര് വന്നില്ലല്ലോ, നീ അതിനു മുന്നേ കയറി അങ്ങ് ഇരുന്നാ. ഇപ്പൊ എന്നെ വിളിച്ചവര് ഇപ്പൊ വരും. എന്താ വിശേഷം? വരുന്ന വഴിയാ. വീട്ടിലെ അവസ്ഥയൊക്കെ എന്താ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അളിയാ എന്നാലും എത്ര രൂപ ഇവിടെ തടയും ഒരു മാസം? സ്റ്റാഫിന്റെ ഒക്കെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ 2-2.5 രൂപയൊക്കെ കുഴപ്പമില്ല. എത്ര സ്റ്റാഫ് ഉണ്ട് അളിയാ? 5 പേരുണ്ടായിരുന്നു, ഇപ്പൊ 4 പേരേ ഉള്ളു. ഷംനാഥേ ഇങ്ങോട്ട് വന്നേ. എടേ നീ പോയി 2 ജ്യൂസിന് മേടിച്ചോണ്ടോ? ഈ പുള്ളി മാത്രമേ ഉള്ളൂ ഇവിടെ പണിക്ക്? ഒന്നല്ല, വേറെ 2-3 പേരുണ്ട്. ഒരു സജീർ എന്ന് പറയുന്ന ഒരുത്തമുണ്ട്, അതെങ്ങാണ്ട് പോയി കിടക്കുക. ഇന്നലെ എങ്ങാണ്ട് പോയതാ. പിന്നെ ഒരുത്തനാണ് ഇന്ന് രാവിലെ വന്നിട്ട് പെണ്ണുമ്പിള്ളയുടെ തുണി എടുക്കാനാന്നും പറഞ്ഞ അവ ഇവിടെ തിരക്ക് താമേ. ഇനി ഓണമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞളിച്ച് കിടക്കുക. അല്ല ഇപ്പൊ ഒരു ഉത്തരവാദിത്തമുള്ള ഒരുത്തരാണെങ്കിൽ കടയിൽ ഇവിടെ നിൽക്കാൻ വരൂലേ? രാവിലെ 2 എവിടെ പോയി? ഒന്നും പറയണ്ട, ഇവർക്ക് സാലറി ആയിട്ട് ഒരു തുക ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ മേപ്പോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മള് അതിന് റേറ്റ് കൊടുക്കുന്നുണ്ട്. അളിയാ ഇവിടെ ഇരിക്കും കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ താഴെ വരുന്നു പോയിട്ട് വരാം. കട കൊള്ളാം. 2 AC അപ്പൊ വീട്ടിലെത്ര AC കാണും? നമ്മുടെ പെങ്ങളുടെ ഭാഗ്യം. ഞാൻ പോയി സെറ്റപ്പ് ഒന്ന് നോക്കിയിട്ട് വരാം. എന്നാണ് പരിപാടി? നമ്മള് അളിയന്റെ കടയിലെ തോഴി അവ അവിടെ കിടന്ന് ഉറങ്ങണം. നീ ഒന്ന് പോയി നോക്കിയാണ് അങ്ങോട്ട് പോടാ. അവിടെ കിടന്ന് ഉറങ്ങണം. എന്തുവാടെ കിടന്ന് ഉറങ്ങുന്നത്? കസ്റ്റമർ ഇല്ലെന്നും പറഞ്ഞു AC ഒക്കെ ഇട്ടോണ്ടിരുന്നു. പിന്നല്ലാതെ യുവമാർക്കൊരു ഉത്തരവാദിത്തമാർക്ക് 24 മണിക്കൂർ അങ്ങ് AC ഇട്ടോണ്ട് കിടക്കുക. കസ്റ്റമർ ഉള്ള സമയത്താണെങ്കിൽ പിന്നെയും പറയാം, ഇത് കസ്റ്റമർ ഇല്ലല്ലോ. പിന്നെ അല്ല, യുവമാർക്കൊക്കെ ഒന്നും അറിയണ്ടടാ. പണിയില്ലാലും പണി കണ്ടാലും യുവമാർക്കൊക്കെ വൈകിട്ട് 1000 രൂപ 1200 അങ്ങേര് കൊടുക്കണ്ടായോ? ബ്രോ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ചോറ് കഴിച്ചിട്ടൊന്നും മയങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ സ്ഥിരം കിടന്നുറങ്ങുന്നതല്ല. നീ ഉറങ്ങിക്കോ. നീ നിന്നോ നടന്നോ ഉറങ്ങിക്കോ, നീ കിടന്നുറങ്ങണ്ട. പ്രത്യേകിച്ച് AC ഇട്ടുകൊണ്ട് കിടന്നുറങ്ങേ വേണ്ട. എന്ത് പറ്റി? കഷ്ടം, കുറച്ചു നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കഷ്ടം. കൊറേ നേരമായി നിനക്ക് ഈ ലോകത്തൊന്നും പെണ്ണ് കിട്ടാത്തത് കൊണ്ട് ഇതെങ്ങനെയെങ്കിലും നടന്നു പോട്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ സഹിക്കുകയാണ്. കഷ്ടം, കുറച്ചു നേരം പെട്ടെന്ന് വിളിച്ചോണ്ട് പോക്കോളാം. ഇപ്പൊ പറഞ്ഞുവിടാം. കഷ്ടമാ, ഒരു ജീവിത പ്രശ്നമായിരിക്കും. കഷ്ടം പറഞ്ഞു വിടുന്നില്ലേടാ. അവി തള്ളിയിടുന്നോടാ താഴെ. അയ്യാ